നമ്മളോട് ആശംസ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റഫീഖ് ബാക്കവി ഉസ്താദ് പ്രഗത്ഭ പ്രഭാഷകനും നമ്മളൊക്കെ പരിചയമുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുന്നത്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين صلى الله عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ സ്റ്റേജിൽ ഭൂവിഷ്യരായ പണ്ഡിത മഹത്തുക്കളെ, പ്രത്യേകിച്ചും സയ്യിദവറുകളെ, ഒരുമിച്ച് കൂടിയ ഹാഫിലീങ്ങളുമല്ലാത്തവരുമായ വിദ്യാർത്ഥികളെ, ഉമ്മപ്പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, മശായിഖിൻ്റെ ബറക്കത്ത് കൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നേരത്തെ നിങ്ങൾ ഒരുപാട് ഉപദേശങ്ങൾ കേട്ടു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സലീം ഫൈലി ഇർഫാനി ഉസ്താദ് അവറുകൾ, അവരുടെ പ്രസംഗമാണ് നിങ്ങളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത്. ആശംസ അർപ്പിക്കുക എന്നുള്ള വിധത്തിൽ ആയത്ത് ഓതിയതിൻ്റെ ചെറിയവരി മഅന പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞത് യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അല്ലാഹു പിഴപ്പിക്കും, ഒരുപാട് ആൾക്കാർ അല്ലാഹു ഹിദായത്തിലാക്കും. ഇവിടെ അലവി ഫാദറിന് മഞ്ചേരി ദാറുൽ ബിഷാറ പടുത്തുയർത്താനും തെളിവ് ഖുർആനാണ്. ഇവിടെ ചേകന്നൂർ മൗലവിക്ക് 3 വക്ത് നിസ്കാരമാക്കാനും തെളിവ് ഖുർആനാണ്. ഇവിടെ ഏത് പുത്തൻവാദികളും രംഗത്ത് വന്നാലും അവർക്കും പറയാനുള്ളത് ഖുർആനാണ്. അപ്പോൾ ഖുർആൻ കൊണ്ട്, ഖുർആൻ എന്നുള്ള ഡയറക്റ്റ് ആ കണ്ണിലൂടെ നാം നോക്കിയാൽ അവനിക്ക് എത്തേണ്ട സ്ഥലത്തിലേക്ക് എത്താൻ സാധ്യമല്ല. വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. ഖുർആൻ കൊണ്ട് അങ്ങനെ പഴച്ചു പോകുന്ന വിഭാഗമുണ്ട്. ഖുർആൻ കൊണ്ട് പഴച്ചു പോകുന്ന വിഭാഗം മുസ്ലിം അല്ലാത്ത പേരിൽ തന്നെ അറിയപ്പെടണമെന്നില്ല. മുസ്ലിം നാമധാരത്തിലും മുസ്ലിം പണ്ഡിതന്മാരായിട്ടും ചിലപ്പോൾ അറിയപ്പെടാം. എന്നാൽ അങ്ങനെ ഖുർആൻ കൊണ്ടുവരാൻ പഴച്ചു പോയാൽ, അള്ളാഹു ഒരാളെ പഴപ്പിച്ചാൽ, ഫലൻ തജിദ ലഹു വലിയ മുർഷിദ, മുർഷിദായ ഒരു വലിയനെ അവനിക്ക് നിനക്കെത്തിക്കാൻ സാധ്യമല്ല എന്നാണ്. ഒരാൾ പിഴച്ചു എന്നതിൻ്റെ അടയാളം അവനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഷെയ്ഖ് അവനിക്കുണ്ടാകൂല. ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ 8-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദെന്നും ആലിമീങ്ങൾ പറയുന്ന വലിയ പണ്ഡിതൻ, അക്കാലഘട്ടത്തിലെ മുഫ്തിയായിട്ട് അറിയപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവ്. ആ ഇബ്നു തൈമിയെ പറ്റി ബഹുമാനപ്പെട്ട ഖാതിമത്തുൽ മുഹഖഖീൻ, ഖാതിമത്തുൽ ഫുഖഹാ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പഴച്ചുപോയി, ജനങ്ങളെ പഴപ്പിച്ചു. ആ ഇബ്നു തൈമിയക്കുള്ള കുറവെന്താണ്? ഇൽമിന്റെ കുറവൊന്നുമില്ല. ആയിരക്കണക്കിന് കിതാബുകൾ ഹിഫ്ള് ചെയ്ത ആളാ. പക്ഷേ ലം യജിദ് ഷെയ്ഖൻ മുറബ്ബിയ, ഒരു മുറബ്ബിയായ ഷെയ്ഖ് ആ ഇബ്നു തൈമിയക്കുണ്ടായിരുന്നില്ല. ഗുരുവര്യന്മാരും ഷെയ്ഖന്മാരും ഇല്ലാത്തതിന്റെ പേരിൽ ജനങ്ങൾ പഴച്ചു പോകുമെന്നാണ് മഹാന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ലാഹിറായ അഅ്മാലുകളിൽ വരുന്ന കുറവ് അകറ്റാൻ തൗബയുണ്ട്. അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലാഹിറായ അഅ്മാലുകളിൽ വരുന്ന കുറവ് ആ സൽക്കർമ്മങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഇല്ലാതെയാകും. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബന സയ്യിആത്ത്. നമ്മുടെ ആന്തരികമായിട്ടുള്ള ഹൃദയബാധിതമാകുന്ന രോഗങ്ങൾ അത് എന്താണെന്ന് തിരിച്ചറിയാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. അശ്ശിർകുൽ അസ്ഗറു അഖ്ഫാ മിൻ ദബീബിൻ നംലത്തി സൗദാഇ ഫിൽ ലൈലത്തി ളൽമാഇ ഫി സ്വഖറത്തി സമാ. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഷിർകുൽ അസ്ഗർ എന്നുള്ള റിയാ അത് വളരെ മറഞ്ഞതാണ്. കരുത്തുരുണ്ട രാത്രിയിൽ ഒരു കറുത്ത പാറക്കല്ലിന്റെ ഉള്ളിൽ ചലിക്കുന്ന ഒരു കറുത്ത
ഉറുമ്പിനെക്കാളും മറഞ്ഞതാണ്. അപ്പൊ എനിക്ക് റിയാ ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല. റിയാ വേണ്ടെന്ന് വെച്ചാലും വരുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനത്തതായ നമുക്ക് തന്നെ പരിചയമില്ലാതെ നമുക്ക് തന്നെ അറിയാൻ പറ്റാത്ത ഖൽബിയായ രോഗങ്ങളെ മാറ്റാൻ അത് ദിക്റുള്ളയാണ്. പ്രത്യേകമായ അദ്കാറുകൾ വേണം. ആ ദിക്റുകൾ പറയുമ്പോഴും ചിലപ്പോൾ നമ്മളെ പഴപ്പിക്കും. അള്ളാഹു കാക്കട്ടെ. നല്ല ഡ്രൈവിംഗ് അറിയുന്ന ആളാണ്, കൊണ്ടുപോകുമ്പോൾ പോലീസ് കിട്ടിയാൽ കുടുങ്ങും. അപ്പോൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടി ലൈസൻസുകൾ വേണം. ആ ലൈസൻസ് ആണ് മശായിഖന്മാരുടെ വഴിക്കുള്ളതായ ഇജാസത്തും അവർക്കുള്ള ബൈഅത്തും ത്വരീഖത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം പിൻപറ്റുന്ന മശായിഖന്മാരുടെ തർബിയത്തിലായി നമ്മുടെ അസാധ്യതത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കുള്ള തർബിയത്ത് കൊണ്ട് അള്ളാഹു അവർ എത്തുന്ന സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചു തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവ്വവിധ ആശംസകളും നമ്മുടെ ഈ സദസ്സിനെ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.